ഇന്ന് നോക്കുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ 5ാമത്തെ ഭാഗമാണ് പ്രൈം നമ്പർ. മലയാളത്തിൽ നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിവിസിബിലിറ്റിനെ പറ്റിയിട്ടാണ്. 2 മുതൽ 11 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ നോക്കി. പിന്നീട് ആ ഒരു 2 മുതൽ 11 വരെയുള്ള നമ്പേഴ്സിൻ്റെ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ 12, അതുപോലെ തന്നെ 18, 24 അങ്ങനെ 2-3 നമ്പേഴ്സിൻ്റെ എക്സാമ്പിളും ചെയ്ത് നോക്കി. പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. മലയാളത്തിൽ അഭാജ്യ സംഖ്യകൾ. ആ പേര് തന്നെ ഉണ്ടെന്ന്. അഭാജ്യം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തത്. അഭാജ്യം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തത്. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയും മാത്രം വന്നാൽ അതൊരു അഭാജ്യ സംഖ്യയായിരിക്കും. അതായത് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിന് 2 ഫാക്ടർ മാത്രമേ ഉണ്ടാകൂ. ഏതൊക്കെയാണ് ആ 2 നമ്പേഴ്സ്? ഒന്ന് പിന്നെ ഒന്ന് അതേ നമ്പർ. ഇങ്ങനെ 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സിനാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നും ആ സംഖ്യയും മാത്രമാണ് എന്തിൻ്റെത് ഘടകങ്ങളായിട്ട് ഉണ്ടാവുക. ഇനി 0, 1 എന്നീ സംഖ്യകൾ അഭാജ്യ സംഖ്യകൾ അല്ല. 0, 1 എന്ന് പറയുന്ന 2 നമ്പേഴ്സ് എന്തല്ല അഭാജ്യ സംഖ്യയുമല്ല, അതുപോലെ തന്നെ ഭാജ്യവും അല്ല. അഭാജ്യവുമല്ല, ഭാജ്യവുമല്ല. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? 2 ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയും അതുപോലെ തന്നെ അഭാജ്യ സംഖ്യയായിട്ടുള്ള ഏക ഇരട്ട സംഖ്യ ഏതാണ്? 2 ആണ്. നെക്സ്റ്റ്, ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ 2 ആണ്. നമ്മൾ പറഞ്ഞു ഇരട്ട സംഖ്യയായിട്ടുള്ള ഏക അഭാജ്യ സംഖ്യ ഏതാണ്? 2 ആണ്. കാരണം ബാക്കിയുള്ള എല്ലാ ഇരട്ട സംഖ്യകൾക്കും എന്തുണ്ടാവും? 1ഉം ആ നമ്പറും കൂടാതെ 2 എന്ന് പറയുന്ന ഒരു ഘടകം കൂടി ഉണ്ടാവും. അപ്പോൾ 3 ഘടകം എന്തായാലും ബാക്കിയുള്ള എല്ലാ ഇരട്ട സംഖ്യകൾക്കും ഷുവറായിട്ടുണ്ടാവും. 3ഉം പിന്നെ അതിൽ കൂടുതലും. ഓക്കെ, അപ്പോൾ 3 എന്തായാലും മറ്റുള്ള എല്ലാ ഇരട്ട സംഖ്യകൾക്കും ഉണ്ടാകും. പക്ഷെ 2ന് എന്ത് മാത്രമേ ഉള്ളൂ? 2ഉം പിന്നെ 1ഉം. ഓക്കെ, 1നും 100നും ഇടയിൽ മൊത്തം 25 അഭാജ്യ സംഖ്യകളുണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാംസിന് ചിലപ്പം ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. 1നും 100നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. 25. 1നും 100നും ഇടയിൽ 25 അഭാജ്യ സംഖ്യകളുണ്ട്, ഓർത്തിരിക്കണം. അതുപോലെ തന്നെ 1നും 50നും ഇടയിൽ 15 അഭാജ്യ സംഖ്യകളും ഉണ്ട്. ഇനി 50നും 100നും ഇടയിൽ 10 അഭാജ്യ സംഖ്യകൾ. അപ്പം മൊത്തം 15 + 10 25. അപ്പം ഈ 1 മുതൽ 100 വരെയുള്ള 25 അഭാജ്യ സംഖ്യകളിൽ 1നും 50നും ഇടയിലാണ് എന്തെന്ന് ആ 15 അഭാജ്യ സംഖ്യകൾ ഉള്ളത്. ബാക്കിയുള്ള 10 50നും 100നും ഇടയിലാണ്. ഓക്കെ, ഇത് 3 സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓർമ്മിച്ച് വെക്കണം. അങ്ങനെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് മുമ്പ് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത്? 1 മുതൽ 100 വരെ ആകെ 26 അഭാജ്യ സംഖ്യകളുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 മുതൽ 100 വരെ എത്രയേ ഉള്ളൂ? 25 അഭാജ്യ സംഖ്യകളേ ഉള്ളൂ. അത് തെറ്റാണ്. ഇനി 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. ശരി അല്ലേ? 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. മൂന്നാമത്തത്, അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. അതേതാണ്? 2 ആണ്. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 2ഉം 4ഉം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി ശരിക്കും 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ശരിക്കും ഓർത്തിരിക്കണം. ശരിക്കും ഓരോ നമ്പേഴ്സ് നമ്മൾ ഓർത്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും അത് 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ എഴുതിയിട്ട് അത് കൃത്യമായിട്ട് ഓരോന്നും ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്ന സമയത്ത് മിക്കവാറും ഈ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടാണ് അത് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത്. അപ്പോൾ നമ്മളത് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള എക്സാമ്പിൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പം ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? 2, 3, 5, 7. 2, 3, 5, 7. പിന്നീട് 11 മുതൽ 20 വരെയുള്ളതാണ് 11, 13, 17, 19.
ഇനി 21 മുതൽ 30 വരെയുള്ളത് 23, 29 രണ്ടെണ്ണേ ഉള്ളൂ. 23, 29. 31 മുതൽ 40 വരെ 31, 37 രണ്ടെണ്ണേ ഉള്ളൂ. 31, 37. ഇനി 41 മുതൽ 50 വരെ 3 എണ്ണം എന്നുള്ളത് 41, 43, 47. 41, 43, 47. 51 മുതൽ 60 വരെ രണ്ടെണ്ണേ ഉള്ളൂ. 53, 59. ഇനി 61 മുതൽ 70 വരെ 61, 67. 71 മുതൽ 80 വരെ 71, 73, 79. 81 മുതൽ 90 വരെ 83, 89. 91 മുതൽ 100 വരെ 97. ഇതൊന്നും ഓർമ്മിച്ചില്ലെങ്കിൽ ഈ ലാസ്റ്റ് സാധനം 91 മുതൽ 100, ഇത് അധികവും എക്സാമിന് കൂട്ടത്തിൽ പെടാത്ത ഏതെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. 91, 93, 95, 97 ഒക്കെ തന്നിട്ട് അപ്പം 91 മുതൽ 100 വരെയുള്ള ലാസ്റ്റിൽ ആകെ ഒറ്റ പ്രൈം നമ്പർ മാത്രമേ ഉള്ളൂ. അതേതാണ് 97. 97 അവിടുത്തെ പ്രൈം നമ്പർ. 90 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പറിൽ 91 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൽ അവിടെയുള്ള ഏക പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 97. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ 1 മുതൽ 10 വരെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം അത് ഓർമ്മിച്ച് വെക്കണം. അങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പം 1 മുതൽ 30 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ 20 മുതൽ 50 വരെ അങ്ങനെയൊക്കെ റാൻഡമായിട്ടൊക്കെ എണ്ണം ചോദിക്കാം. അപ്പം 1 മുതൽ 10 വരെയുള്ള എത്ര നമ്പറാണ്? 11 മുതൽ 20 വരെയുള്ള എത്ര നമ്പറാണ്? ഇതും ഓർത്തിരിക്കണം. അപ്പോൾ 1 മുതൽ 10 വരെ 4, 11 മുതൽ 20 വരെ 4, 21 മുതൽ 30 വരെ 2, 31 മുതൽ 40 വരെ 2, 41 മുതൽ 50 വരെ 3, 51 മുതൽ 60 വരെ 2, 61 മുതൽ 70 വരെ 2, 71 മുതൽ 80 വരെ 3, 81 മുതൽ 90 വരെ 2, 91 മുതൽ 100 വരെ 1. ഇത് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഡ് പോലെ ഓർമ്മിച്ചാൽ മതി. 44, 22, 322, 321. ഈ ഒരു കോഡ് ഓർമ്മിച്ച് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും ഓർമ്മിച്ച് വെക്കാം. നമുക്ക് ഈ ഒരു കോഡ് പോലെ ഓർമ്മിച്ച് വെച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ഓർമ്മിച്ച് വെക്കുക. 44, 22, 322, 321. അപ്പം 44ൻ്റെ പകുതിയാണ് 22. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് 322. ഈ 22 വെച്ചിട്ടാണ് നെക്സ്റ്റിൽ വരുന്നത് 322. ഇതിൽ നിന്ന് 1 കുറച്ചാൽ എന്തായി? 321 ആയി. അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ആക്കിയിട്ട് ഓർമ്മിച്ച് വെക്കുക. 44ൻ്റെ പകുതി 22. ഈ 22 വെച്ചിട്ടാണ് 322. അതിൽ 1 കുറച്ചാൽ 321. അപ്പം ഈ കോഡ് എന്ന് പറയുന്നത് എന്താണ്? 1-നും 10-നും ഇടയിലുള്ള അഭാജ്യസംഖ്യകൾ 4, 11-നും 20-നും ഇടയിലുള്ളത് 4, 20-നും 30-നും ഇടയിലുള്ളത് 21-നും 30-നും ഇടയിലുള്ളത് 2. അങ്ങനെ ആ ഒരു 10 ഗ്യാപ്പിനിടയിലുള്ള അഭാജ്യസംഖ്യകളുടെ എണ്ണമാണ് നമ്മൾ ഈ കോഡിൽ കാണിച്ചിരിക്കുന്നത്. 91 മുതൽ 100 വരെയുള്ള ഒറ്റ പ്രൈം നമ്പർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 91 മുതൽ 100 വരെ ഒറ്റ പ്രൈം നമ്പർ മാത്രമേ ഉള്ളൂ. ഏതാണ്? 97. ഇവിടെ 1 എഴുതിയ സംഭവമാണത്. ആ 1 ഏതാണ്? 97. 91 മുതൽ 100 വരെ ഒറ്റ പ്രൈം നമ്പറേ ഉള്ളത് 97. അത് എന്തായാലും ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ചോദിച്ച് കാണുന്നതാണ്. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ 91, ഓപ്ഷൻ ബി 93, ഓപ്ഷൻ സി 95, ഓപ്ഷൻ ഡി 97. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തിരിയില്ല. കാരണം എല്ലാം ഈവൻ നമ്പേഴ്സാണ്. 4ഉം ഈവൻ നമ്പേഴ്സാണ് വരിക. 4 ഓഡ് നമ്പേഴ്സാണ് വരിക. പെട്ടെന്ന് നമുക്ക് ഇതിൽ ഏതാ ഒറ്റയാന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. പക്ഷെ ഇത് നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ 97 എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മിച്ച് വെക്കുക. 97 എന്താണ്? എപ്പോഴും ഒരു പ്രൈം നമ്പറാണ്. ബാക്കിയുള്ള എല്ലാം എന്താണ്? നോൺ പ്രൈമാണ്. അപ്പോൾ 97 ഒരു അഭാജ്യ സംഖ്യയാണ്. ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ 91 മുതൽ 100 വരെയുള്ള ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ എന്താണ്? ഭാജ്യ സംഖ്യയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 97 ആണ് ആൻസർ വരിക. നെക്സ്റ്റ്, ഭാജ്യ സംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. 1-ന് മുകളിലുള്ള അഭാജ്യ സംഖ്യകൾ അല്ലാത്ത എല്ലാ എണ്ണൽ സംഖ്യകളും ഭാജ്യസംഖ്യകളാണ്. അതായത് എന്തായിരിക്കും? 2-ൽ കൂടുതൽ ഘടകങ്ങൾ ഫാക്ടേഴ്സുള്ള നമ്പേഴ്സാണ് എന്തെന്ന്? ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 1 മുതൽ 100 വരെയൊക്കെ എടുത്താൽ ഇപ്പം 25 പ്രൈം നമ്പേഴ്സ് വരെയൊക്കെ ബാക്കിയുള്ളതൊക്കെ എന്താണ്? അഭാജ്യ സംഖ്യകളായിരിക്കും. എല്ലാ
ഭാജ്യസംഖ്യകൾക്കും ഒന്നും ആ സംഖ്യയും കൂടാതെ മറ്റു ഒരു ഘടകം കൂടി ഉണ്ടായിരിക്കും. ഇപ്പോൾ ചുരുങ്ങിയത് 3 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ചോദിച്ചാൽ ഏതാണ്? 4. കാരണം 1 2 പെടുന്നില്ല, 2 3 എന്താണ്? അഭാജ്യസംഖ്യയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന നമ്പറാണ് 4 ഭാജ്യസംഖ്യയാണ്. കാരണം എന്താണ്? 4ന് 3 ഫാക്ടേഴ്സ് ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, അതുപോലെ തന്നെ 4 ഉണ്ട്. അപ്പോൾ 2ൽ കൂടുതൽ ഘടകങ്ങളുള്ളത് കൊണ്ട് തന്നെ എന്താണ്? 4 ഒരു ഭാജ്യസംഖ്യയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ചോദിച്ചാൽ 4 ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട് പറഞ്ഞു, 1 മുതൽ 100 വരെയുള്ള. അത് മാക്സിമം കാണാപ്പാടം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓരോ 10 പ്രൈം നമ്പേഴ്സിനിടയിൽ എത്ര എണ്ണമുണ്ട് നമ്മൾ കോഡൊക്കെ പറഞ്ഞു, അതൊന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഉപയോഗം നമ്മളിപ്പം ഇനിയുള്ള പ്രോബ്ലംസിലൊക്കെ ചെയ്യുമ്പം പറയും. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഭാഗമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം വരുന്നത്? എത്ര ഭാഗമാണ് അങ്ങനെയൊന്നും കണ്ട് കൺഫ്യൂഷൻ ആവുന്നു വേണ്ട, വളരെ സിമ്പിളാണ്. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളെ കോഡ് 44 22 322 321. അപ്പോൾ നമുക്കിവിടെ 1 മുതൽ 20 വരെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 1 മുതൽ 10 വരെ 4, 11 മുതൽ 20 വരെ 4. അപ്പോൾ ടോട്ടലി 20 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 8 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഭാഗമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം? അപ്പം 8a/20. 8a/20. ഓക്കെ, ഇപ്പം 20ൽ 8 അഭാജ്യം. അപ്പം 20ൽ 8 എന്ന് പറഞ്ഞാൽ 8a/20. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരും. ഓപ്ഷൻ ബി. ഏതൊക്കെയാണ് 1 മുതൽ 20 വരെയുള്ള അഭാജ്യ സംഖ്യകൾ? 2 3 5 7, അതുപോലെ തന്നെ 11 13 17 19. ഈ 8 എണ്ണമാണ് എന്തെന്ന് 1 മുതൽ 20 വരെയുള്ള അഭാജ്യ സംഖ്യകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 31 മുതൽ 70 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഭാഗമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം വരുന്നത്? ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമ്മൾ ഈ ഒരു നമ്പർ ഓർമ്മിച്ചാൽ ഉപകാരമായി. 44 22 322 321. അപ്പം 31 മുതലാണ് ചോദിച്ചത്. അപ്പം ഇത് 1 to 10 ആണ്, ഇത് 11 to 20 ആണ്, ഇത് 21 to 30 ആണ്. അപ്പോൾ ഈ 3 നമ്മൾ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. 31 മുതലുള്ളത് നോക്കിയാൽ മതി. 31 മുതൽ 40 വരെ 2, ഇപ്പോൾ 2 കൂട്ടണം. പിന്നെ 41 മുതൽ 50 വരെ 3, 51 മുതൽ 60 വരെ 2, 61 മുതൽ 70 വരെ 2, 2 3 5, 5 2 7 2 9. അപ്പോൾ 9 പ്രൈം നമ്പേഴ്സാണ് 31നും 70നും ഇടയിൽ വരിക. അപ്പോൾ എന്ത് വരും? 9 ഇനി എണ്ണമാണെങ്കിൽ 31 മുതൽ 70 വരെ വരുമ്പോൾ 40. 9/40. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ 31 മുതൽ 70 വരെയുള്ളതൊക്കെ എഴുതി നോക്കിയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെ ഓർമ്മിക്കാൻ പറ്റുന്നില്ലേ പിന്നെ പ്രൈം നമ്പേഴ്സ് ഓർമ്മിച്ച് വെക്കുക, അല്ലെങ്കിൽ എഴുതി നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. 20 മുതൽ 70 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഭാഗമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം വരുന്നത്? ഇതൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. 44 22 322 321. അപ്പോൾ 20 മുതലാണ് നമുക്ക് വേണ്ടത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലേ. 2 2 4, 4 3 7, 7 2 9, 9 2 11. അപ്പം 20 30, 30 to 40, 40 to 50, 50 to 60, 60 to 70. ഇപ്പോൾ ടോട്ടൽ എത്രയായി? 11. 11/50 വരും. ഓക്കെ, ആൻസർ എന്ത് വരും? 11/50. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു ടോപ്പിക്കല്ല, ഇതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. 6ന്റെ ഗുണിതം +1 എന്നാണ് വായിക്കേണ്ടത്. 6ന്റെ ഗുണിതം +1. പ്രൈം നമ്പേഴ്സ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വഴി കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് 6ന്റെ ഗുണിതം ഒന്ന് എഴുതി നോക്കാം. 6ന്റെ ഗുണിതം എഴുതി നോക്കുമ്പോൾ 6 12
18, 24, 30, 36, 42, 48, 54, 60, 66, 72, 78, 84, 90, 96. ഇതൊക്കെയാണ് എന്തെന്ന് 6ൻ്റെ 100 വരെയുള്ള ഗുണിതങ്ങളിൽ വരുന്ന നമ്പേഴ്സ്. ഇനി ഇതിന് തൊട്ട് മുമ്പിലുള്ള നമ്പറും അതായത് ആ നമ്പറിൻ്റെ മുമ്പേയുള്ള നമ്പറും അത് കഴിഞ്ഞുള്ള നമ്പറും നമ്മൾ എഴുതി നോക്കുക. ഇവിടെ 5, 7, 11, 13, 17, 19, 23, 25, 29, 31, 35, 37, 41, 43, 47, 49, 53, 55, 59, 61, 65, 67, 71, 73, 77, 79, 83, 85, 89, 91, 95, 97. ഓക്കെ, അപ്പോൾ നമ്മൾ 6ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി. അതിനുശേഷം അതിൻ്റെ തൊട്ട് മുമ്പിലും ബാക്കിലുള്ള നമ്പേഴ്സും കൂടി അതിൻ്റെ കൂടെ എഴുതി. ഇനി ഇതിൽ 10ന് മുകളിലുള്ള 5ൻ്റെ ഗുണിതങ്ങൾ നമ്മൾ ഒഴിവാക്കുക. 2 കണ്ടീഷൻ വരുന്നുണ്ട് ഇതിൽ. ഒന്ന്, 10ന് മുകളിലുള്ള 5ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ് വരിക? 25 നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ 35 ഒഴിവാക്കണം, 55 ഒഴിവാക്കണം, 65 ഒഴിവാക്കണം, 85 ഒഴിവാക്കണം, 95 ഒഴിവാക്കണം. അപ്പോൾ 10ന് മുകളിലുള്ള 5ൻ്റെ ഗുണിതങ്ങൾ നമ്മൾ ഒഴിവാക്കണം, ഇതിൽ ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ 7ൻ്റെ ഗുണിതങ്ങൾ ഇതിലുണ്ടെങ്കിൽ അതും നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കണം. 7ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ഇവിടെ ഇല്ല. ഏതൊക്കെ വരും 7ൻ്റെ ഗുണിതങ്ങൾ? ഇവിടെ 49 വരുന്നുണ്ട്. 49 നമ്മൾ ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ 77 എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിളാണ്. അതുപോലെ തന്നെ 91 പറയുന്നത് എന്താണ്? 7ൻ്റെ മൾട്ടിപ്പിളാണ്. അതും ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ക്യാൻസൽ ചെയ്യുക. അപ്പം 10ന് മുകളിലുള്ള 5ൻ്റെ ഗുണിതങ്ങളും അതുപോലെ തന്നെ 7ൻ്റെ ഗുണിതങ്ങളും ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുക. ഇത് 2 ഒഴിവാക്കിയാൽ ബാക്കി ടേബിളിലുള്ള എല്ലാ നമ്പറും നമ്മൾ എടുത്ത് നോക്കിയാൽ നമ്മൾ ആ പ്രൈം നമ്പറിൻ്റെ അതേ ഓർഡറിൽ നമുക്ക് കിട്ടും. 2ഉം 3ഉം. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള 5, 7, 11, 13, 17, 19, അതുപോലെ തന്നെ 23, 29, 31, 37, 41, 43, 47, 53, അതുപോലെ തന്നെ പിന്നെ 59, 61, 67, 71, 73, 79, 83, 89, അതുപോലെ തന്നെ 97, ലാസ്റ്റ് വൺ 97. അതേ ഓർഡറിൽ നമുക്ക് ആ പ്രൈം നമ്പേഴ്സ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളോട് പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ 20 മുതൽ 45 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി? ആദ്യം 20 മുതൽ 45 വരെയുള്ള 6ൻ്റെ ഗുണിതങ്ങൾ ഓർമ്മിച്ച് നോക്കുക. ഏതൊക്കെയാണ്? 24, 30, 36, 42. ഇത് ഓർമ്മിച്ച് ഇത് എഴുതിയാൽ പിന്നെ നമുക്കിതിൽ 23ഉം അതുപോലെ തന്നെ 25 5ൻ്റെ ഗുണിതം അത് ക്യാൻസലാണ്. പിന്നെ 29, 31, 35 അതും 5ൻ്റെ ഗുണിതമാണ്, ക്യാൻസലാണ്. പിന്നെ 37 വരും. അതുപോലെ 41, 43. പെട്ടെന്ന് തന്നെ നമുക്ക് ഏതൊക്കെയാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും? 23, അതുപോലെ തന്നെ 29, 23, 29, 31, 37, 41, 43. ഇത്രയാണ് എന്ത് വരിക?
20നും 45നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് വരിക. എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 1, 2, 3, 4, 5, 6 പ്രൈം നമ്പേഴ്സാണ് ഇതിൻ്റെ ഇടയിൽ വരിക. ഈ പറയുന്ന എല്ലാ പ്രൈം നമ്പേഴ്സും എന്തായിരിക്കും 6ന്റെ മൾട്ടിപ്പിളിൻ്റെ തൊട്ട് ബാക്കിലോ തൊട്ട് മുമ്പിലോ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന കേസിൽ ഇത് മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി, അല്ലാണ്ട് നമ്മളിത് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രൈം നമ്പേഴ്സിൻ്റെ ചോദ്യം വരുന്നത്. ഫസ്റ്റ് വൺ, ഒറ്റയാനെ കണ്ടെത്തുക. 53, 61, 43, 91. നമുക്ക് ഓൾറെഡി അറിയാം 91 എന്നുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞു. 97 മാത്രമായിരിക്കും എന്തെന്ന് അവിടെ പ്രൈം നമ്പർ വരുന്നത്. 91 എന്തല്ല പ്രൈം 91നും 100നും ഇടയിൽ ആകെ ഒരു നമ്പർ മാത്രമാണ് പ്രൈം നമ്പർ, 97 മാത്രമാണ്. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും. ശരിക്കും ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഉള്ളത് ജനറലായിട്ട് പറയുകയാണെങ്കിൽ 100ൽ താഴെയുള്ള നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്തായിരിക്കും അതൊരു പ്രൈം നമ്പറിൻ്റെ ചോദ്യമാകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, എപ്പോഴും അതാവണമെന്നില്ല, പക്ഷേങ്കിൽ ചാൻസ് കൂടുതലാണ്. അപ്പം ഇപ്പം 53, 61, 43, 91 ഈ നമ്പേഴ്സ് തന്നു. ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി 91 എന്താണ് നോൺ പ്രൈം നമ്പറാണ് നമുക്ക് മനസ്സിലായി. പക്ഷെ ബാക്കിയുള്ള 3 നമ്പേഴ്സ് എന്താണ് പ്രൈം നമ്പേഴ്സാണ്. ഇപ്പം 53 നമ്മൾ പെട്ടെന്ന് ഓർമ്മിക്കുമ്പോൾ നമുക്ക് 6ന്റെ മൾട്ടിപ്പിളൊക്കെ വെച്ചിട്ട് ഓർമ്മിക്കാം. 54ന്റെ തൊട്ട് ബാക്കിയുള്ള നമ്പറാണ് 53, അല്ലെങ്കിൽ 60ന്റെ തൊട്ടടുത്ത നമ്പറാണ് 61, 42ന്റെ തൊട്ട് 42 കഴിഞ്ഞുള്ള നമ്പറാണ് 43. ഇതൊക്കെ എന്താണ് പ്രൈം നമ്പേഴ്സാണ്. 91 എന്താണ് നോൺ പ്രൈം ആണ്. 91 നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാരണം 97 മാത്രമാണ് ഇതെന്ന് 91 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ്. അപ്പം ഇതിൽ ആൻസർ 91 വരിക, കാരണം അതെന്താണ് നോൺ പ്രൈം ആണ്. ബാക്കിയുള്ള 3 എന്താണ് പ്രൈം നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത്. ഇതൊക്കെ പല എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 51, 91, 63, 71. ഇനി ചില നമ്പേഴ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പം 51 എന്ന് പറയുന്നത് എന്തല്ല 6ന്റെ മൾട്ടിപ്പിളിൻ്റെ തൊട്ട് ബാക്കിലോ മുമ്പിലോ ഒന്നുമല്ല. അങ്ങനെ ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇതെന്താണ് നോൺ പ്രൈം ആണെന്ന് പറയാം. 91 നോൺ പ്രൈം ആണ്. 63 നമുക്ക് എങ്ങനെ ചിന്തിക്കാം? 6ന്റെ മൾട്ടിപ്പിളിൻ്റെ രീതിയിൽ എല്ലാം എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ 63 6 3 9 അപ്പോൾ എന്തായാലും ഈ നമ്പറിൽ 9 ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ എന്തല്ല ഈ നമ്പർ പ്രൈം നമ്പർ ആവില്ല. അങ്ങനെയും ചിന്തിക്കാം. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. 5 1 6 എന്ന് പറയുമ്പം എന്താണ് 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും 51ൽ 3 ഡിവിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും ഇതും ഒരിക്കലും പ്രൈം നമ്പർ ആവില്ല. കാരണം 3 വരുമ്പോൾ തന്നെ എന്തായി 2ൽ കൂടുതൽ ഘടകങ്ങൾ 51 ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി ബാക്കിയുള്ളത് 71 നമ്മൾ ചിന്തിക്കുമ്പം 72 അല്ലേ 6ന്റെ മൾട്ടിപ്പിളിൽ തൊട്ട് ബാക്കിലുള്ള നമ്പറുമാണ്. അപ്പോൾ പ്രൈം നമ്പർ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ 71 നമുക്കറിയാം അല്ലേ പ്രൈം നമ്പർ ആണ്. വേറെ മറ്റ് ഘടകങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല 71ന്. സോ അതായത് നമ്മൾ 6ന്റെ ബാക്കിലുള്ള നമ്പർ ആണെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ ആണോ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ 7ന്റെ മൾട്ടിപ്പിൾ ആണോ ശ്രദ്ധിക്കണം. ഇത് രണ്ടും അല്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും പറയാം 71 എന്താണ് ഒരു പ്രൈം നമ്പർ ആണ്. ഇങ്ങനെ കൂട്ടത്തിൽപ്പെടാത്ത ഏത് എന്നുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് എന്തിൽ വരാറുണ്ട്? പ്രൈം നമ്പേഴ്സിൽ വരാറുണ്ട്. കൂടുതലായിട്ടും അത് കാണാറുണ്ട്. നെക്സ്റ്റ് ഒരു ചെറിയ ടോപ്പിക് കൂടിയുണ്ട്, അനഘസംഖ്യകൾ അഥവാ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് വായിക്കുമ്പം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നുമല്ല. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യ ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് അനഘസംഖ്യ. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യ ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് അനഘസംഖ്യ. അല്ലെങ്കിൽ എങ്ങനെയും പറയാം, ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടിയായാൽ അത്തരം സംഖ്യകളാണ് അനഘസംഖ്യകൾ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പറയാം, അപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാവും അത്. ഇവിടെ നമ്മൾ പറയുന്ന ഫസ്റ്റ് എക്സാമ്പിൾ 6 ആണ്. 6ന്റെ ഘടകങ്ങൾ എഴുതി നോക്കുക. 6ന്റെ ഘടകങ്ങൾ പറയുന്നത് 1 2 3 അതുപോലെ തന്നെ 6. ഈ 4 നമ്പേഴ്സാണ് തന്നെ 6ന്റെ ഘടകങ്ങൾ വരിക. അപ്പോൾ നമ്മൾ ഡെഫിനിഷനിലേക്ക് വരിക. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം 6ന്റെ ഘടകങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + 2 + 3 + 6. 6 3 9, 9 2 11 1 12 6ന്റെ ഘടകങ്ങളുടെ തുക എന്ന് പറയുന്നത്. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക സംഖ്യയുടെ ഇരട്ടിയായാൽ
ഈ സംഖ്യേൻ്റെ ഇരട്ടി നോക്കിയാൽ 6ന്റെ ഇരട്ടി എത്രയാണ്? 12. അപ്പോൾ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക 12 ആണ് അല്ലേ? അതിൻ്റെ സംഖ്യയുടെ ഇരട്ടിയായാലും, അപ്പോൾ സംഖ്യേൻ്റെ ഇരട്ടി തന്നെയാണ് 12 തന്നെയാണ്. അത്തരം സംഖ്യകളെയാണെന്ന് എന്ത് പറയുന്നത് നമ്മൾ? അനഘ സംഖ്യകൾ. അനഘ സംഖ്യകൾ. ഇനി 6 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഒരു നമ്പറാണ് 28. അനഘ സംഖ്യകളിലെ മറ്റൊരു എക്സാമ്പിളാണ് 28. 28 ഫാക്ടർ നോക്കുകയാണെങ്കിൽ 1, 2, 4, 7, 14, 28 ഇത്രയും നമ്പേഴ്സാണ് എന്ത് വരിക? 28ന്റെ ഘടകങ്ങൾ വരിക. ഇതെല്ലാം നമ്മൾ കൂട്ടി നോക്കിയാൽ 28ഉം 14 42, 42 7ഉം 49, 49ഉം 4ഉം 53, 53 2 55 1 56. ഇതിൻ്റെ സംഖ്യയുടെ ഇരട്ടി ആയിരിക്കും അല്ലേ? ഇതും 28 × 2 എത്രയാണ്? 56. 28 × 2 56. അപ്പോൾ ഇത്തരം നമ്പേഴ്സിനാണ് എന്ത് പറയുന്നത്? അനഘ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കൺസെപ്റ്റ് ആലോചിച്ച് തലപുണ്ണാക്കൊന്നും വേണ്ട. NCERT ടെസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അനഘ സംഖ്യകൾ. അപ്പം നമ്മൾ ആകെ ഓർമ്മിച്ച് വെക്കേണ്ടത് ആദ്യത്തെ 4 അനഘ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് മാത്രം നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ആദ്യത്തെ 4 അനഘ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് മാത്രം നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ആദ്യത്തെ 4 അനഘ സംഖ്യകളാണ് 6, 28, 496, അതുപോലെ തന്നെ 8128. 6, 28 അത് നമ്മൾ ഓർമ്മിച്ച് തന്നെ വെക്കണം, വേറെ വഴിയൊന്നുമില്ല. അത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. 6, 28. ഇനി ഈ നമ്പറിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ 496 എന്നുള്ള നമ്പർ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 6 + 1, 6 + 1 7 അല്ലേ? 6 + 1 7. ഈ 7ന്റെ സ്ക്വയർ ആണ് എന്തെന്ന്? 49. 7ന്റെ സ്ക്വയർ ആണ് 49. എന്നിട്ട് 6 അതുപോലെ ഇടുക. 496. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് ഓർമ്മിച്ച് വെക്കുക. അത്രയേ ഉള്ളൂ. ഇത് ഒരാൾക്ക് ഓരോ രീതിയിൽ ഓർമ്മിച്ച് വെക്കാം. ഇനി 8128. ഇവിടെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് ഓർമ്മിച്ച് വെക്കുക. രണ്ടാമത്തെ നമ്പർ 28 ആണ് അല്ലേ? 6, 28 അല്ലേ രണ്ടാമത്തെ നമ്പർ? ആ 28 ഇവിടെ ഉണ്ട്. പിന്നെ 81 ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് 8ന്റെ കൂടെ 1 9 അല്ലേ? 9ന്റെ സ്ക്വയർ ആണ് 81. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് ഓർമ്മിച്ച് വെച്ചാൽ ഈ ഒരു 4 നമ്പർ ഓർമ്മിച്ച് വെക്കുക. എങ്ങനെയായാലും നമ്മളത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. 6, 28, 496, 8128. ഈ 4 നമ്പർ ഓർത്ത് വെക്കുക. അനഘ സംഖ്യകൾ എന്ന ടോപ്പിക്കിൽ ഈ ഒരു 4 നമ്പർ മാത്രമാണ് ഓർമ്മിച്ച് വെക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ചോദിച്ചാൽ ഇതിൽ നിന്ന് ഒറ്റയാൻ ഏതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വേറെ പരസ്പര ബന്ധമൊന്നുമില്ലാത്ത നമ്പേഴ്സാണ്. ഈ ഒരു രീതിയിൽ മാത്രമേ ഇത് കണക്റ്റഡ് ആവും. ഇനി നമ്മൾ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണൽ സംഖ്യകളുടെ തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് അവിടെ പറയാൻ വേണ്ടി വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ n വർഗസംഖ്യകളുടെ തുക, അതായത് സ്ക്വയർ അല്ലെ, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, അങ്ങനെയാണ് ഇത് ഉദ്ദേശിച്ചത്. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് n സ്ക്വയർ. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. നമ്മൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയാണെങ്കിൽ എന്താ പറഞ്ഞത്? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഇവിടെയാണെങ്കിൽ എന്തായി? n ഇൻറ്റു n പ്ലസ് 1ൻ്റെ കൂടെ എന്ത് കൂടി വരുന്നുണ്ട്? 2n പ്ലസ് 1 ബൈ 6 ബൈ 6 ആണ്. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ തുക എന്ന രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് പറയാം, എങ്ങനെ ഉണ്ടാവും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് 10 സ്ക്വയർ ഈക്വൽ ടു എത്രയാണെന്ന് ചോദിക്കാം. അപ്പം നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 ഓൾ ഡിവൈഡ് ബൈ 6 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 10 എന്നാണ് ചോദിച്ചത്. അപ്പോൾ 10 എന്ന് കൊടുക്കുക. എൻ്റെ സ്ഥാനത്ത് ഇതൊരു 10. n ഇൻറ്റു n പ്ലസ് 1 11. ഇനി 2n എന്ന് പറയുമ്പോൾ എന്താണ്? 20 അല്ലേ? 2n 20 പ്ലസ് 1 21 ബൈ 6. 21 ബൈ 6. പിന്നീട് നമുക്ക് ചുരുക്കാനുള്ളതൊക്കെ ചുരുക്കാം. ഇവിടെ 6, 3,
10 5 ഇനി 3 ഇവിടെ എന്തായി 21 7 പോയി. ബാക്കി ഉണ്ടാവുക 5 ഇൻറ്റു 7 ഇൻറ്റു 11 5 ഇൻറ്റു 7 ഇൻറ്റു 11. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ആൻസർ എന്ത് വരും? 385 എന്ന് കിട്ടും. 385. അപ്പോൾ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ തുകയാണ് 385. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 13 എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ തുക. അപ്പം എന്ത് വരും? എൻ എന്ന് പറഞ്ഞാൽ 13 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 n പ്ലസ് 1 എന്നാൽ 13 പ്ലസ് 1 അല്ലേ 14 ഇൻറ്റു 2n 13 ഇൻറ്റു 2 26 പ്ലസ് 1 2n പ്ലസ് 1 അപ്പം എന്ത് വരും? 27/6 വരും. ഇവിടെ നമുക്ക് വെട്ടാൻ ഏതൊക്കെയുണ്ട്? 6 14 വെട്ടിയാൽ 3 7 3 നമുക്ക് 27 കൊടുത്താൽ 9. അപ്പോൾ എന്തായി മാറി? 13 ഇൻറ്റു 7 ഇൻറ്റു 9. ഇത് ചെയ്ത് വന്നാൽ 9 7 63 അല്ലേ. അപ്പോൾ 63 ഇൻറ്റു 13 ചെയ്താൽ മതി. 63 ഇൻറ്റു 13 ചെയ്യുമ്പം 819 വരും. 819. ഓപ്ഷൻ ബി ആണ് ആൻസർ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ആദ്യത്തെ n ഗണസംഖ്യകളുടെ തുക. അതായത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ്. എന്ത് വരും? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഓൾ സ്ക്വയർ ആണ് കേട്ടോ. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ ആണ് കേട്ടോ. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഓൾ സ്ക്വയർ. അപ്പം സ്ക്വയേഴ്സ് ആണെങ്കിൽ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 6 ആണ്. ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. നമ്മൾ എണ്ണൽ സംഖ്യയിൽ പഠിച്ച ഇക്വേഷൻ അല്ലേ, n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. അതിന് കൂടെ മോള് ഹോൾ സ്ക്വയർ കൂടി വന്നാൽ എന്തായി? ക്യൂബിൻ്റെ ഇക്വേഷനായി. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ആദ്യത്തെ 10 ഗണസംഖ്യകളുടെ തുക, അതായത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 10 ക്യൂബ് വരെ എന്ത് വരും? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതൊരു 10 ഇൻറ്റു 11 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് വരും. 10ന് 2 വെട്ടിയാൽ നമുക്ക് ഇവിടെ 5 ഇൻറ്റു 11 എന്തൊരു 55. അപ്പോൾ എന്താ? 55 സ്ക്വയർ. 55 സ്ക്വയർ കണ്ടുപിടിക്കൽ എങ്ങനെയാണ്? 5ൻ്റെ അടുത്ത നമ്പർ 6 ഇൻറ്റു 5 30, പിന്നെ ഒരു 25 കൂടി ഇട്ടാൽ മതി 5ൻ്റെ സ്ക്വയർ. അതായത് ഈ 25 15 25 35 അങ്ങനെയുള്ള 95 വരെയുള്ള നമ്പേഴ്സിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പമുണ്ട്. തൊട്ടടുത്ത നമ്പർ, ഫസ്റ്റ് നമ്പറിൻ്റെ തൊട്ടടുത്ത നമ്പർ. ഇപ്പോൾ 15 ആണെങ്കിൽ അതിൻ്റെ അടുത്ത നമ്പർ ഏതാണ്? 2 ആണ്. അപ്പം 1 ഇൻറ്റു 2 ചെയ്യുക, എന്ത് വരും? 2, പിന്നെ 5ൻ്റെ സ്ക്വയർ 25, അത് ആഡ് ചെയ്താൽ മതി. ഇപ്പം 45 ആണെങ്കിൽ 4ൻ്റെ തൊട്ടടുത്ത നമ്പർ ഏതാ? 5. 4 ഇൻറ്റു 5 20, പിന്നെ 5ൻ്റെ സ്ക്വയർ 25 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 35 ആണെങ്കിൽ 3 ഇൻറ്റു 4 12, 12 പിന്നെ 25 1225. അങ്ങനെ ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ സ്ക്വയർസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള വഴിയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 20 ഗണസംഖ്യകളുടെ തുക. n ഇൻറ്റു n പ്ലസ് 1 20 ഇൻറ്റു 21 ഡിവൈഡ് ബൈ 2 ഹോൾ ക്യൂബ് എന്ന് വരും. ഇവിടെ വെട്ടിക്കൊടുത്താൽ എന്ത് വരും? 10 ഇൻറ്റു 21 സ്ക്വയർ ആണ് 210 ഹോൾ സ്ക്വയർ. 210 കണ്ടുപിടിക്കുന്നവർ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 21ൻ്റെ സ്ക്വയർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബൈ ഹാർട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ 30 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഓർമ്മിച്ച് വെക്കണം. 441. 21ൻ്റെ കണ്ടുപിടിച്ചിട്ട് 2 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, 44,100 വരും. ഓപ്ഷൻ ഡി ആണ് വരും, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പം ഈ ഒരു ടൈപ്പിലുള്ള പ്രോബ്ലംസും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ പല എക്സാംസിലായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 5 ക്ലാസ്സും മുഴുവനായിട്ട് കാണുക. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരും. കുറേ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുമ്പോൾ കുറേ ക്ലിയർ ആയിട്ട് വരും.
ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞു.